പടം എല്ലാവരും കണ്ടിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഫുൾ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് വരുന്നത്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഉത്തരം പറയാം. ആക്ച്വലി നമ്മളിങ്ങനെ ഒരു ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ടേഴ്സ് ബേസിക്കലി. കാര്യം ഒരു മുറിയിനകത്ത് കൂടുതൽ പരിപാടികൾ നടക്കുന്നു. ഒരു മുറിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു. അതിനകത്ത് ഈ ഒരു ഡ്രാമ എങ്ങനെ വരും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ താങ്ക്സ് ടു അവർ DOP, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, എല്ലാവരും അത്രയും നമ്മളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബിയസ്ലി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും നമ്മളെ അത്രയും കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പരിപാടികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ തിയേറ്റർ വിസിറ്റ് ഒക്കെ പോകുമ്പോൾ പടം പ്രശ്നമാണെങ്കിൽ പോകാനൊരു പേടിയുണ്ടാവും. പക്ഷെ ഈ പടത്തിന് ആ ഒരു പേടിക്കണമെന്നില്ല. തിയേറ്ററിൽ ചെന്നപ്പോൾ ഭയങ്കര രസമുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് തിയേറ്ററിൽ തന്നെ കിട്ടിയത്. സോ വെരി ഹാപ്പി. ഇനിയും ഒരുപാട് പേരിലേക്ക് പടം എത്താനുണ്ട്. എന്തായാലും എത്തിയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നല്ല റെസ്പോൺസാണ് കണ്ടവരെല്ലാവരും പറയുന്നത്. അപ്പോ ഈ പ്രസ് മീറ്റിംഗ് വെച്ചത് നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളൊന്നും കൂടി സിനിമ എത്താത്ത ആൾക്കാരുടെ എത്തിക്കുക എന്നുള്ളൊരു പോയിന്റിലാണ്. അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറെ പേര് അത് തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്തിട്ട് OTT വന്നു കഴിയുമ്പോൾ നല്ല പടമായിരുന്നു മെസ്സേജും കമന്റും കുറെ വരാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ തന്നെ മാക്സിമം പടം കാണാൻ. അപ്പോൾ മാത്രമേ പ്രൊഡ്യൂസറിന് എനിക്ക് നല്ല കാര്യമുള്ളൂ. അപ്പൊ കാരണം ഈ പടം എടുത്തേക്കുന്ന രീതിയും അങ്ങനെയാണ്. കാരണം അനമോഫിക് ലെൻസിൽ അപ്പൊ നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അതിന്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഞങ്ങൾ ക്രിയേറ്റേഴ്സ് ആണ് സാധാരണ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്യാൻ പോയി കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം ഞങ്ങൾക്ക് ആക്ച്വലി ഞാനും അച്ചുവും ഒരു പടത്തിന്റെ ഷൂട്ടില് സുഹൃത്തി വളവിന്റെ പടത്തിന്റെ ഷൂട്ടിൽ അവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു. അപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓബിയസ്ലി ഒരു പടം ഷൂട്ട് നടക്കുന്നതിന്റെ ഇടയിൽ വന്ന് ഓടി കിടന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സൗകര്യക്കുറവ് ഭയങ്കര കാര്യമായിട്ട് ഉണ്ടായിരുന്നു. അതിന്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ ഇടയിൽ ഷൂട്ടിന്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സും പരിപാടികളും പിടിക്കണ്ടായിരുന്നു. അപ്പോ പറയാൻ വേണ്ടി വന്നത് പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നമ്മൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. സോ കണ്ടവർ എന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പരിപാടി പറയുക, പറഞ്ഞ് മറ്റുള്ളവരും കൂടി പടം കാണണം. OTT വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അല്ല, നമുക്ക് കാര്യമുണ്ട്, പ്രൊഡ്യൂസറിന്റെ വലിയ കാര്യമില്ല. അപ്പോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹൗസ്ഫുൾ ഷോസ് റെഡ് നമുക്ക് ഇങ്ങനെ പൈസയിലൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ദിവസം റെഡ് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ബാലു, ബാലുപ്പോ പറഞ്ഞ പോലെ ഈ സിനിമയുടെ പ്രൊമോഷൻ നിങ്ങൾ 2 ഷൂട്ടിലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അതിന് സങ്കടം തോന്നുന്നു. പക്ഷെ നല്ല രീതിക്കാണ് തിയേറ്ററിൽ റെസ്പോൺസ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ സ്വയം തന്നെ മനസ്സിലായില്ലേ ഈ സിനിമ കണ്ടവരുടെ റെസ്പോൺസ്? ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് ഇത് വേറെ ടൈപ്പ് ഒരു സിനിമയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ നേരിട്ട് പറഞ്ഞവരുണ്ടാവും, നിങ്ങൾ മെസ്സേജ് ചെയ്തവരുണ്ടാവും, വിളിച്ചു. ആ റെസ്പോൺസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ പ്രൊമോഷൻ വേണ്ടി വരണമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ വന്നത്. കാര്യം വെളുപ്പിന് 6:30 വരെ ഞങ്ങൾ രണ്ടുപേർക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ 5:30 മണിക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി നിങ്ങളെല്ലാവരും പ്രസിനെയും കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോ നമ്മളിത്ര ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് പടത്തിന്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ്. പടം പ്രശ്നമുള്ളത് അങ്ങനെയാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് ആക്ച്വലി ആ കോൺഫിഡൻസ് ഉണ്ട്. കാര്യം തിയേറ്ററിൽ പോയി ഞങ്ങൾ കണ്ടതാണ് ആളുകളുടെ റെസ്പോൺസ്. അപ്പോ അതുകൊണ്ട് വന്ന പരിപാടി തന്നെയാണ്. ആദ്യമേ അതിനുള്ള നന്ദി പറയാം. കാരണം 6 മണി വരെ ഷൂട്ട്, നൈറ്റ് ഫുൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം
ശേഷം അത്രയും 3 മണിക്കൂർ ട്രൈ ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം